എൻ്റെ പേര് അൻസർ. അൻസാർ. ആ, സ്ഥലം വെഞ്ഞാറമൂട്. വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, പിന്നെ അനിയത്തിയുണ്ട്. അതെന്താ പറയാൻ കാര്യം അങ്ങനെയൊക്കെ? അല്ല, എല്ലാരും സ്വയം പരിചയപ്പെടുത്തി, അപ്പൊ ഞാനും സ്വയം പരിചയപ്പെടുത്താന്ന് വെച്ചു. എല്ലാരും ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്ന് അർത്ഥം. അതെ അതെ, ഇവിടെ നിന്ന് അടി കിട്ടിയാലും ചെന്ന് പറയാം. അടി കിട്ടും ഉറപ്പായി. അടിക്കൂല മോനെ. ഗോഡ് ബ്ലസ് യു. എന്താ മാറ്റർ എന്ന് പറയൂ. ഒരു വാർത്താ ചാനലിൽ നടക്കുന്ന രസകരമായ ഒരു സംഭവം. ഓക്കെ, വാർത്താ ചാനൽ കാണാം. നമസ്കാരം, സന്ധ്യാവിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ധ്യാവിഷൻ ന്യൂസിലേക്ക് ഇന്ന് സതീഷ് കുമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് വേടന്മാർ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സതീഷും രമ്യയും ലൈനിലുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ചേട്ടാ, രാവിലെ 10 കൂടിയായിരുന്നു ഒരു സംഘം വേടന്മാർ നടത്തിയ മാർച്ച് അക്രമസക്തമായത്. ഇതിനകത്ത് പരിക്കേറ്റൊരു വേടൻ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? എൻ്റെ പൊന്ന് പെണ്ണും പുള്ളേ, ഞാൻ സമരം വിളിച്ചോണ്ട് വരായിരുന്നു. അപ്പോഴാണ് ഒരുത്ത വാസ് വെച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചത്. നമ്മൾ വിചാരിച്ചാലേ ആ കുളിക്കാനായിരിക്കുമെന്ന്. നമ്മൾ ഉടുപ്പും മുണ്ടും മാറ്റിയിട്ട് കുളിച്ച് ഒരുത്തന്നെ സ്വാപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു. അവൻ സ്വാപ്പും വാങ്ങിച്ച് തിരിച്ചു വന്നപ്പം യവന്മാർ വെള്ളമോടി നിർത്തി. എൻ്റെ കണ്ണിരുന്ന് നീറിനളിയാ. ഈ കണ്ണിൻ്റെ നീറ്റലാറിന ഞാൻ ഓടി ജുറാസി പാർക്ക് എന്ന് പറഞ്ഞൊരു സിനിമ കാണാനുള്ള തിയേറ്ററിൽ ചെന്ന് കയറി. അവിടെ കയറിയപ്പാളിയ ഒരു പോത്തൻ്റെ വിളി എടുത്താടി ചാടി. അപ്പം നോക്കിയപ്പോൾ 5 കൊമ്പൻ ചൊല്ലി 6 മരമൊന്നും ഇങ്ങനെ. ചേട്ടന്റെ കൂടെ വന്ന വ്യക്തികൾക്ക് എന്താ പറ്റിയത്? എടാ, കൂടെ വന്ന വ്യക്തികളെ ഒരുത്തനെ ഞാൻ കണ്ടില്ല. പിന്നെ നമ്മൾ വിശന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഒരുത്ത ചുമല ബക്കറ്റ് 4 ഉണ്ട കൊണ്ടുവന്ന്. 4 ഉണ്ട. ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയാണ് പറയണത്. ആർക്ക് ഇതാണൊക്കെ ഒരു അവത്തം പറ്റല്. അപ്പം ശശി 1 വാങ്ങിച്ച്, ലവന് ഞാൻ 1 കൊടുത്ത്. ഞാൻ മാത്രം 3 എടുത്ത്. 3 എടുത്ത്, 1 ഇവിടെയും വെച്ച്, 1 ഇവിടെയും വെച്ച്. എന്നിട്ട് എടുത്ത് വെച്ചിട്ട് കടിച്ച് കൊടുത്തിട. അപ്പി പെലവിളി, 3 പെലവിളി ഒത്താടി. ബാബു, ശശി, രമണൻ ഒത്ത് പെലവിളി ആടിപ്പോടാ. അപ്പി അമ്മാണ് എൻ്റെ ചിരിയൊക്കെ കുത്തി നാശമായി. വാർത്തകൾ വിശദമായി. നന്നായി ചെയ്തിരിക്കുന്നു. നല്ല മാറ്റേഴ്സ്. ഈ മാറ്റർ ഇപ്പൊ മറ്റൊരാൾ എടുക്കുന്നതിലും അൻസാർ തെരഞ്ഞെടുത്ത മാറ്ററിൽ വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അൻസാർ നന്നായി പെർഫോം ചെയ്തു. കൺഗ്രാജുലേഷൻ. ഓക്കെ. കാമുകിയാണ് എന്നെ ഈ കോലത്തിലെത്തിച്ചത്. എൻ്റെ പൊന്നു സാറേ, ഒരു കാമുകി കണ്ണടച്ച് കാണിക്കുമ്പോൾ സിനിമയ്ക്ക് വരാമെന്ന് പറയും. രാവിലെ എന്നെ പറഞ്ഞ് ഇന്ന തിയേറ്ററിൻ്റെ വതുക്കെ വന്ന് നിൽക്കാൻ പറയും. ഞാനവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം സെക്കൻഡ് ഷോ കഴിഞ്ഞാലും ഇവള് വരത്തില്ല. ഇവള് കണ്ണടച്ച് കാണിക്കും. അണ്ണാ, ഞാൻ 2 പെണ്ണുങ്ങളെ പ്രാമിച്ച്, 2 കല്യാണം കഴിഞ്ഞ്. ഞാൻ ഇന്ന് പ്രാമിച്ചാൽ നാളെ അവളെ വീട്ടിലൊരു സാധനം വരും, പന്തല്. എരണം കെട്ടോനെന്ന് പറഞ്ഞാൽ അണ്ണാ കാമുകിയെ നോക്കിയ അപ്പോഴേ കല്യാണം. ഇരിച്ചു കാണിച്ചിട്ട് എൻ്റെ പലതും തട്ടിയെടുത്തു. ഈ കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവലയിൽ വരാൻ പറയും. ഞാൻ പല കവലകളും നിരങ്ങി നടന്നതല്ലാതെ ഒടുവിൽ അവളെ കൊണ്ട് ഒരു പ്രയോജനം പോലും ഉണ്ടായില്ല. പലതും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയും എൻ്റെ അണ്ണാ, എനിക്കൊരു മഞ്ച് മാത്രമേ അവൾ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഒരു സാധനം വാങ്ങിച്ചു തന്നൊരു ഷർട്ട് ഇങ്ങനെ പൊക്കിയപ്പോൾ കഷം കയറിപ്പോയി. 10 രൂപ ഷർട്ട്, 10 രൂപ ചന്തയിൽ ബ്ലാക്കിലിട്ട് വയ്ക്കണ 10 രൂപ ഷർട്ട്. തീർന്നിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. ഏതായാലും രണ്ടുപേരും വളരെ നന്നായി പെർഫോം ചെയ്തു. പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഒരാളെയാണ് നമുക്ക് ബെസ്റ്റ് കൊമേഡിയനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റൂ, അല്ലേ? ഈ എപ്പിസോഡിലെ ബെസ്റ്റ് കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ അൻസാർ വെഞ്ഞാറമൂട്. പെലവിളി, 3 പെലവിളി ഒത്താടി. ബാബു, ശശി, രമണൻ ഒത്ത് പെലവിളി ആടിപ്പോടാ. അപ്പി ഇവിടെ ഉള്ള എല്ലാവരും എന്നെ ചന്തയെന്ന് വിളിച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് വള്ളിയിട്ട് വിളിക്കരുത് കേട്ടാ. പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഒരു സാധനം വാങ്ങിച്ചെന്നൊരു ഷർട്ട് ഇങ്ങനെ പൊക്കിയപ്പോൾ കഷം കയറിപ്പോയി. ഒരു ഉപയോഗമില്ലാത്ത സാധനം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസേഴ്സ്,